ഹായ്. ഇന്ന് കുറച്ച് പച്ചപ്പട്ടാണി കിട്ടിയിട്ടുണ്ട്. ഇത് പച്ചയാണ് കേട്ടോ. ഇത് ഉണങ്ങാത്തതാണ്. അപ്പോൾ ഇത് നമ്മളിന്ന് തോരൻ വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് കഴുകി നമുക്കിത് തീയല വെച്ച് വേവിക്കാം. അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വേവട്ടെ. കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഒരു നുള്ള് കറിവേപ്പില നമുക്കിതിലിട്ട് ഒതുക്കണം. ഇത്തിരി അരയല്ല. ഇച്ചിരി എരിവ് ഇരുന്നോട്ടെ എല്ലാമേ. ഇത് മൊത്തം തേങ്ങായി ഒതുക്കുന്നില്ല, കുറച്ച് തേങ്ങ ഒതുക്കുന്നുണ്ട്. ആക്കി അങ്ങ് ഇട്ട് കൊടുക്കും. ഒതുക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സവോള അരിഞ്ഞതും കൂടെ വേണേ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അത് ചട്ടിയിൽ നിന്ന് മാറ്റി, എന്നിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു, എന്നിട്ട് കടുക് ഇട്ട്, കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് വഴറ്റാം. സവാള നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു കളർ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കും. സവാള 20 ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഗ്രീൻ പീസ് ആണ് കേട്ടോ, പച്ചപ്പട്ടാണി എന്നും പറയും. അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കാം. അതിനുശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി ഒന്ന് മൂടി വെച്ച് കുറച്ചു നേരം വെക്കാം. ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ. കറി ഇങ്ങനെ സെറ്റായിട്ടിരിപ്പുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ, ടാറ്റാ.